എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ആശ്വാസധാര അതിൻ്റെ യാത്ര തുടരുകയാണ്. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവിന് സ്വാഗതം. ഈ പ്രാവശ്യം നമുക്ക് വിശ്വാസ സംബന്ധിയായ ഒരു ചോദ്യമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് 58 വയസ്സുള്ള ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സംശയമാണ്. ഇദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇദ്ദേഹം വളരെ ദൈവവിശ്വാസി ആയ ആളാണ്. ഞാൻ കത്തൊന്ന് വായിക്കാം. ഞാൻ 58 വയസ്സുള്ള ദൈവവിശ്വാസിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തികച്ചും വിശ്വാസ സംബന്ധിയായ എന്നെ അലട്ടുന്ന ഒരു ചോദ്യം ഉന്നയിക്കാനാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. കത്തോലിക്ക സഭയിൽ വിശുദ്ധരെ ആരാധിക്കാറുണ്ടല്ലോ, ഇത് ശരിയാണ്? ഈശോ മിശിഹായാണ് ഏക മധ്യസ്ഥൻ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് വിശുദ്ധരിലൂടെ വളഞ്ഞ വഴിയെ പോകുന്നത്? ഇനി പല പള്ളികളിലും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാറുണ്ട്. ഇത് വിഗ്രഹ ആരാധനയല്ലേ? ചിലയിടങ്ങളിൽ വിശുദ്ധരോടുള്ള ആരാധന അതിര് കടന്ന് ദൈവത്തിന് പോലും 2ാം സ്ഥാനം നൽകുന്നതായി കാണുന്നു. ഈ വിഷയത്തെപ്പറ്റി സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? പലരെയും ഒരുപക്ഷെ കുറേ പേരെയെങ്കിലും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കാം ഇത്. ഒറ്റപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഈ ചോദ്യത്തിൽ തന്നെ ചില പിശകുകളുണ്ട്. കത്തോലിക്ക സഭയുടെ വിശുദ്ധരോടുള്ള കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. സഭ ഒരിക്കലും വിശുദ്ധരെ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പാടില്ല. കാരണം ദൈവത്തിന് മാത്രമാണ് ആരാധനയുള്ളത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധരെ ആരാധിക്കാറുണ്ടോ എന്ന് തന്നെയാണ് ചോദ്യം. അതെ, അപ്പോൾ ആരാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ഒറ്റ വാക്യത്തിലുള്ള ഉത്തരം. സഭ വിശുദ്ധരെ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ആരാണ് വിശുദ്ധർ? വിശുദ്ധർക്ക് സഭയിൽ എന്താണ് പ്രസക്തി? വിശുദ്ധരെ വണങ്ങേണ്ടത് ആവശ്യമാണോ? ഇനി വിശുദ്ധരോടുള്ള വണക്കം വിഗ്രഹാരാധനയാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേയേറെ പ്രതിസന്ധികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാണ് വിശുദ്ധർ എന്ന് ആദ്യം ചിന്തിച്ചു തുടങ്ങാം. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് സത്യം. മാമോദിസ സ്വീകരിച്ച് സഭയുടെ മക്കളാകുന്ന എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം തന്നെ അടിവരയിട്ട് പറയും. വിശുദ്ധിയിലേക്കുള്ള വിളി സാർവത്രികമാണ്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അത് ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും, വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുക എന്നുള്ള ആ വലിയ ആഹ്വാനത്തിന് ഉത്തരം കൊടുക്കേണ്ടവരാണ്. പക്ഷേ ഇങ്ങനെ വിശുദ്ധിയിൽ വ്യാപരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തോട് അടുത്ത് എന്തുമാത്രം ബന്ധം പുലർത്താൻ പറ്റുന്നുവോ, എന്തുമാത്രം സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ആഴത്തിൽ വീരോചിതമായിട്ട് ജീവിക്കാൻ പറ്റുമോ, അതനുസരിച്ച് അവർ കൂടുതൽ വിശുദ്ധരായിട്ട് അറിയപ്പെടുന്നു. വീരോചിതമായിട്ട് വിശുദ്ധി ജീവിച്ച ആളുകളെ, അല്ലെ സുവിശേഷ മൂല്യങ്ങൾ വളരെ വീരോചിതമായിട്ട് ജീവിച്ച ആളുകളെ മാതൃകകളായി സഭ എടുത്തു കാണിക്കുന്നുണ്ട്. അവരാണ് വിശുദ്ധർ. വിശുദ്ധരായിട്ട് ആളുകളെ സഭ പ്രഖ്യാപിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ, അതിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അവരെ വീരോചിതമായ മാതൃകകളായിട്ട് സുവിശേഷം ജീവിച്ച വ്യക്തികളുടെ വഴികൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ വഴിയിലൂടെ നടക്കണം. വിശുദ്ധരുടെ ഒരു നിരയെക്കുറിച്ച്, സാക്ഷികളുടെ ഒരു നിരയെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. സാക്ഷികളുടെ ഒരു നിര തന്നെ ഉണ്ടല്ലോ എന്ന് ഹെബ്രായ ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം സാക്ഷികളാണ് അവർ. വിശ്വാസം ജീവിച്ചതിൻ്റെ ഈ സാക്ഷികളുടെ സാക്ഷ്യം അനുഭവിച്ചിട്ട് അത് പ്രചോദനവും മാതൃകയായിട്ട് നമുക്ക് മാറുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സ്വർഗീയ ഗണത്തിലേക്ക് പ്രവേശിച്ചവരാണ് വിശുദ്ധർ. സഭയ്ക്ക് 3 തലങ്ങളുണ്ട്, 3 മാനങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമിയിലുള്ള തീർത്ഥാടക സമൂഹമായ സഭയുടെ തീർത്ഥാടക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. 2, മരണത്തിന് ശേഷം ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലായിരുന്നുകൊണ്ട് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് കാത്തു നിൽക്കുന്നവർ. 3, സ്വർഗീയ സഭയിലായിരിക്കുന്നവർ. അങ്ങനെ ഈ സഭയുടെ 3 തലങ്ങളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ സ്വർഗീയ സഭയിൽ ആയിരിക്കുന്ന ആളുകൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്നവരാണ്. അവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അവരിൽ ഏറ്റവും വീരോചിതമായിട്ട് ജീവിച്ച ആളുകളെ സഭ വളരെ നാളുകളുടെ ഒരു അന്വേഷണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം സമയമെടുത്തു തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ വിവേചിച്ചറിഞ്ഞ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് ധന്യൻ, ദൈവദാസൻ, വാഴ്ത്തപ്പെട്ടവൻ,
വിശുദ്ധൻ, ഇങ്ങനെയുള്ള ഒരു 3-4 ഘട്ടങ്ങളിലൂടെ കടന്നാണ് വിശുദ്ധർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത് തന്നെ. അത് വളരെയേറെ സമയമെടുക്കുന്നു. കുറേയേറെ ആളുകളുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും ഉണ്ടോ എന്നുള്ള എതിർ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നു. അവരിലൂടെ പ്രവർത്തിച്ച ദൈവം ഇടപെട്ട അത്ഭുതകരമായ ഏതെങ്കിലും പ്രവർത്തികളുണ്ടെങ്കിൽ അത് വിലയിരുത്തുന്നു. അപ്പം ദൈവം പ്രത്യേകമായ വിധം സുവിശേഷം ജീവിക്കാനായിട്ട് അവർക്ക് നൽകിയ അവസരങ്ങൾ എന്തുമാത്രം വീരോചിതമായിട്ട് അവർ ജീവിച്ചുവെന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനുശേഷമൊക്കെയാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ജീവിത മാതൃക. 2, അവർ സ്വർഗീയ സഭയുടെ അംഗമായി വർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വലിയ കൂട്ടായ്മയുടെ തലത്തിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധരുമായുള്ള ഐക്യത്തെക്കുറിച്ച് അതിൻ്റെ 956 നമ്പറിൽ ഇങ്ങനെ പറയും: സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർ സഭയെ മുഴുവനും കൂടുതൽ ദൃഢമായ വിശുദ്ധിയിൽ ഉറപ്പിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായ യേശുക്രിസ്തു വഴി അവർ നേടിയ യോഗ്യതകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ പക്കൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് അവർ വിരമിക്കുന്നില്ല. അപ്പോൾ സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുകയാണ് സ്വർഗീയ സഭയിലുള്ളവർ. ഈ ഭൗമിക സഭയിലുള്ള തീർത്ഥാടക സമൂഹത്തെ ശക്തിപ്പെടുത്തുകയാണ്. അതിൻ്റെ 957 നമ്പറിൽ ഇങ്ങനെ പറയും: നമ്മുടെ സഹതീർത്ഥാടകരുടെ ഇടയിലുള്ള ക്രൈസ്തവ കൂട്ടായ്മ നമ്മെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുമായുള്ള നമ്മുടെ സംസർഗം നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലേക്ക് നമ്മളെ വളർത്തുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു സാന്നിധ്യം, വിശുദ്ധ സാന്നിധ്യമായിട്ട് തന്നെയാണ് വിശുദ്ധരെ സഭ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ട് സഭയുടെ പഠനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വിശുദ്ധരെ എന്തിനു പ്രഖ്യാപിക്കുന്നു എന്നുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 1, അവരുടെ വീരോചിതമായ ജീവിത മാതൃക. 2, അവരുമായിട്ടുള്ള സ്വർഗീയ ബന്ധത്തിൽ അവർ നമ്മെ ശക്തിപ്പെടുത്തുന്നു. 3, അവരുടെ മാധ്യസ്ഥം നമ്മൾ തേടുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഏക മധ്യസ്ഥനായ ക്രിസ്തു ഉണ്ടല്ലോ, ചോദ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നതുണ്ട്. ഏക മധ്യസ്ഥനായ ക്രിസ്തു ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വിശുദ്ധർ എന്നൊരു ചോദ്യമുണ്ട്. ഏക മധ്യസ്ഥനായ ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന് സഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അത് നമ്മൾ വായിക്കുകയുണ്ടായല്ലോ. എങ്ങനെയാണ് ക്രിസ്തു ഏക മധ്യസ്ഥനാകുന്നത്? സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അനുരഞ്ജിപ്പിക്കുന്ന ഏക കണ്ണിയാണ് മിശിഹ. സ്വർഗസ്ഥനായ ദൈവത്തോട്, ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അനുരഞ്ജിപ്പിച്ച് സ്വർഗത്തിലേക്ക് തിരികെ വിളിക്കുന്ന ഏക മധ്യസ്ഥനായ പുത്രൻ തമ്പുരാൻ. അതിനൊരു പകരക്കാരനില്ല പിന്നെ. അപ്പോൾ ഏക മധ്യസ്ഥൻ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു സംശയവും സഭയ്ക്കില്ല. ഏക മധ്യസ്ഥൻ അങ്ങനെയാണ്. പിന്നെ വിശുദ്ധർ എന്താണ് ചെയ്യുന്നത്? ഈ സ്വർഗീയ സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ അവർ നമ്മളെ ക്രിസ്തുവിലേക്ക് ഉള്ളിൽ ചേർത്ത് നിർത്തുന്നവരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി ഏകമധ്യസ്ഥനായ മിശിഹ എന്നുള്ള ആ സത്യത്തിന് ഒട്ടും വിഘാതമാകുന്നില്ല. ഇനി ഭൂമിയിലാണെങ്കിൽ പോലും നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ടല്ലോ. വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ എനിക്ക് കൃപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വിശുദ്ധരായ ആളുകളോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കാരണം അവർ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലായതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നു. അവരിൽ ഒരാൾ മരിച്ചു എന്ന് കരുതുക, മരിച്ചു കഴിഞ്ഞാലും അവരാരും ഇല്ലെന്നാവുന്നില്ല. അവർ കൂടുതൽ ദൈവസന്നിധിയോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ബലമുണ്ടാകുന്നു, കൂടുതൽ ശക്തി ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധരായി കഴിയുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി തുടരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഏകമധ്യസ്ഥനായ മിശിഹായുടെ മാധ്യസ്ഥത്തിന്, സ്ഥാനത്തിന് അത് ഒരിക്കലും പകരമാവുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഭൂമിയിൽ കത്തോലിക്ക സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചവർ മാത്രമേ വിശുദ്ധരായിട്ടുള്ളൂ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ചില വ്യക്തികളെ വീരോചിതമായിട്ട് ജീവിച്ചുവെന്ന് കാലഘട്ടം സാക്ഷ്യപ്പെടുത്തുന്ന, ചരിത്രം അംഗീകരിക്കുന്ന ചില വ്യക്തികളെ ആ സാഹചര്യങ്ങളിലൂടെ അവർ അങ്ങനെ അറിയപ്പെടുമ്പോൾ, സ്വാഭാവികമായിട്ട് അറിയപ്പെടുമ്പോൾ ആ വിഷയം തന്നെ പഠിക്കുകയും ആഴത്തിൽ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യുന്നത്. അവർ മാത്രമല്ല, എത്രയോ പേര് വിശുദ്ധരായ ആളുകൾ സഭയിലുണ്ട്. നമ്മളറിയാത്ത വിശുദ്ധ ജീവിതം നയിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, അനേകായിരങ്ങൾ. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പൗലോസ്ലീഹ തന്നെ വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് തന്നെ വിശ്വാസ സമൂഹത്തെ തന്നെ. അവരിൽ ചുരുക്കം പേരെയാണ് ഈ പറഞ്ഞതുപോലെ കൃത്യമായ പഠനങ്ങൾക്ക് ഏറ്റവും വീരോചിതമായിട്ട് ജീവിച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസ സാക്ഷ്യങ്ങളാണവർ.
സാക്ഷികളുടെ നിര എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവർ. ഇനി മറ്റൊരു കാര്യം, ഇവർ വിഗ്രഹങ്ങളായി മാറുന്നുണ്ടോ? അത് ഇതിൻ്റെ അകത്ത് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ വിഗ്രഹാരാധനയായിട്ട് പലപ്പോഴും വിശുദ്ധരോടുള്ള വണക്കം മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ എടുക്കാം. വിഗ്രഹാരാധന എന്ന ചിന്ത തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലെ ഈ വിഗ്രഹം എന്നുള്ള ആ ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 പ്രമാണങ്ങൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് തിരുവചനം, 3-ാമത്തെ വാക്യം, 20-3 വാക്യം, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. 4-ാമത്തെ തിരുവചനം, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ ഒരു രൂപം ഉണ്ടാക്കാൻ പോലും പാടില്ലല്ലോ എന്നുള്ള ഒരു പ്രസക്തമായ സംശയം ഉണ്ടാക്കാം. പലരും ഇത് വെച്ചുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇവിടെ ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞൊരു സെമിക്കോളനാണ്. അതായത് ആ സെൻറ്റൻസ് ഇനിയും തുടരുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആശയം ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്, അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. പ്രധാനമായിട്ടുള്ള കാര്യം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതോ രൂപം ഉണ്ടാക്കരുത് എന്നുള്ളതല്ല, മറിച്ച് അവയെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് അവയെ ആരാധിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി അതും കുറേ കൂടി വ്യക്തമാക്കാനുണ്ട്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം, 25-ാമത്തെ അധ്യായം ഒരു കൂടാരം നിർമ്മിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കൂടാരം നിർമ്മിക്കാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നതാണ്. എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ കൂടാര നിർമ്മാണം. അത് കഴിഞ്ഞ് സാക്ഷ്യപേടകം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 25-ാം അധ്യായം 18-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പം ഈ സാക്ഷ്യപേടകത്തിൻ്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിനോട് ഒന്നായിരിക്കത്തക്ക വിധം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാ? ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ കുറച്ച് കഴിയുമ്പോൾ മോശയോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം. കെരൂബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോവേൻ മാലാഹമാരുടെ രൂപങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. അത് രൂപങ്ങളാണ്, മാലാഹമാരെ ഉണ്ടാക്കാൻ പറ്റുകയില്ല, മാലാഹമാരുടെ രൂപങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. പ്രണമിക്കുക, അവയെ ആരാധിക്കരുത്, ദൈവസ്ഥാനത്ത് ആരെയും പ്രതിഷ്ഠിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിഗ്രഹങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആദി പാപം തന്നെ അതിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്നുണ്ട്. ദൈവം ആവശ്യപ്പെട്ടു ഒരു കാര്യം, ദൈവത്തിൻ്റെ ഹിതം അവർ നിരസിച്ചു. പർദീസായുടെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ പഴം പറിച്ച് കഴിക്കരുത് എന്ന കൽപ്പന. അപ്പം നന്മതിന്മകളുടെ ആധാരമായിട്ട് ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ വചനവുമായിരുന്നു മനുഷ്യൻ സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവൻ്റെ സ്വാർത്ഥത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവസ്ഥാനത്ത് അവനെ തന്നെ പ്രതിഷ്ഠിച്ചു. അവൻ്റെ ഒരു വിഗ്രഹം അവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് തിരസ്കരിക്കപ്പെട്ടു. അതാണ് വിഗ്രഹം. ആദ്യത്തെ വിഗ്രഹം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ വിഗ്രഹമാണ്. അവൻ്റെ സ്വത്വത്തെ അവൻ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതെല്ലാം വിഗ്രഹങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊരിന്ത്യർ കഴിഞ്ഞ 1-ാമത്തെ ലേഖനം 8-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, അത് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന വഴിക്ക് പൗലോസ് പറയുന്നതാണ്, വിഗ്രഹങ്ങൾ എന്ന ഒന്ന് തന്നെ ഇല്ല. കാരണം എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ഏക ദൈവം ഒരുവൻ മാത്രമാണല്ലോ. 4-ാമത്തെ വാക്യം, വിഗ്രഹം എന്ന് പറയുന്ന ഒന്ന് തന്നെ ഇല്ല. കാരണം ദൈവം എല്ലാത്തിൻ്റെ സൃഷ്ടാവായ ഒരുവൻ മാത്രമേ ഉള്ളൂ, വേറൊരു ദൈവം ഇല്ല. അപ്പം പിന്നെ എന്താണ് വിഗ്രഹം? പൗലോസ് പറയും, വിഗ്രഹാരാധനയാകുന്ന ദ്രവ്യാഗ്രഹം. ഒരു വിഗ്രഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വെക്കും, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചും ദ്രവ്യാസക്തിയെക്കുറിച്ചും പറയുമ്പോൾ. അപ്പോൾ പണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് വിഗ്രഹമായി. അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ ഈശോയുടെ അടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇതര സുവിശേഷങ്ങളിലും ഉണ്ട് ആ പ്രമേയം. അയാൾ വന്നിട്ട് ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു വരുമ്പം നിയമങ്ങളൊക്കെ നീ അനുസരിക്കുന്നുണ്ടോ? ഉണ്ട്. ഈശോയ്ക്ക് സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് അവന് എല്ലാം ഭംഗിയായി ചെയ്യുന്നു, ഞാനിനി ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിൽ അല്പം അഹങ്കാരത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് പറയും അവനോട്, നിനക്കൊരു കാര്യം കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ അവൻ എന്നെ അനുഗമിക്കുക. അവൻ വിഷാദിച്ച് തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പണം ഏറ്റവും വലിയ വിഗ്രഹമായിരുന്നു. വലിയ സമ്പന്നനായ ചെറുപ്പക്കാരനാണ് അവൻ, ഒരു ധനികൻ എന്നാണ് സുവിശേഷം പറയുന്നത്. അപ്പോൾ ഈ ധനികൻ്റെ ജീവിതത്തിൽ ധനമുള്ളത് തെറ്റല്ല, ധനികൻ്റെ ജീവിതത്തിൽ ധനം ദൈവസ്ഥാനത്തായപ്പോൾ അത് വിഗ്രഹമായി. അപ്പോൾ ദൈവസ്ഥാനത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ പണമാണെങ്കിലും അത് മദ്യപാനം എന്ന ദുശ്ശീലമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, എൻ്റെ സ്വാർത്ഥപരമായ ഭൗതികമായ എന്തിനേയും
ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ അത് വിഗ്രഹമാണ്. ഈ വിഗ്രഹമാണ് എന്നെ തകർക്കുന്നത്. ഇതാണ് വിഗ്രഹാരാധന എന്നുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം. പഴയ നിയമത്തിൽ ദൈവം വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നുണ്ട്. അതൊക്കെ എപ്പോഴാണ്? ഇപ്പം അഹ്റോൻ ആ ജനത്തോടൊപ്പം മോശ മലമുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഒരു കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി. അപ്പോൾ ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ പരിപാലനം മറന്ന്, ദൈവം പറഞ്ഞതെല്ലാം മറന്നിട്ട് ദൈവസ്ഥാനത്ത് മറ്റൊന്നിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ കാളക്കുട്ടി പ്രതിനിധാനം ചെയ്ത വിജാതി ആരാധനയുടെ എല്ലാ തിന്മകളിലും വ്യാപരിക്കുകയാണ്. അപ്പോൾ അത് വിഗ്രഹമായി മാറി. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങൾക്ക് ജീവനില്ല. പക്ഷെ ദൈവസ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച വ്യക്തികളെന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള എല്ലാ ആരാധനകളും, എല്ലാ ജീവിത ശൈലികളും വിഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വിശുദ്ധരുടെ രൂപം ഉണ്ടാക്കുക എന്ന് പറയുന്നതോ മറ്റെന്തെങ്കിലും രൂപം ഉണ്ടാക്കുക, ഒരു 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 ഫോട്ടോ വെക്കുക, ഇതൊന്നും വിഗ്രഹങ്ങളല്ല. അതിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പടം കാണുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപം കാണുമ്പോൾ അത് വിശുദ്ധനാണെന്ന് പറയുന്നില്ല, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മരണമടഞ്ഞ അപ്പൻ്റെയോ അമ്മയുടെയോ ഒരു പടം നമ്മൾ വീട്ടിൽ സ്ഥാപിക്കുന്നത്? ആ പടം കാണുമ്പോൾ നമ്മൾ ആ അപ്പനെ ഓർക്കുന്നു, അപ്പൻ്റെ സ്നേഹം ഓർക്കുന്നു, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പൻ്റെ ആ ചൈതന്യം ഓർക്കുന്നു, വണങ്ങുന്നു, തൊട്ട് വന്ദിക്കാറുണ്ട്. അല്ലെ മാതാപിതാക്കളുടെ പലപ്പോഴും അതാണ് പറയുന്നത്. ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഇതാണ്. പലപ്പോഴും ഈ വിഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ രൂപങ്ങളിൽ തൊട്ട് അങ്ങനെ നടത്തുന്ന ആരാധന വിഗ്രഹ ആരാധനയാണെന്നുള്ള ഒരു ചിന്ത. അതെ, അതും ഏതാണ്ട് ഇതിനോട് ചേർന്ന് വരുന്നതാണ്. മാതാപിതാക്കളുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കാറുണ്ട്, അവരെ ആരാധിക്കല്ലോ, അവരെ നമ്മൾ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്. മരിച്ചുപോയ ഒരു അപ്പൻ്റെ പടത്തെ തൊട്ട് വണങ്ങാറുണ്ട്, കാരണം ആ ഒരു നല്ല ഓർമ്മ എന്നെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധരായ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരോടുള്ള ബന്ധം നിലനിർത്താനായിട്ട്, അവരെ ഓർക്കാനായിട്ട്, അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം അതാണ്, മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഒന്ന്, അവരുടെ വിരോചിതമായ ജീവിതശൈലി അനുകരിക്കുക. രണ്ട്, അവരുമായുള്ള കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് വിശുദ്ധിയിൽ കർത്താവിനോട് അടുക്കുക. മൂന്ന്, അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ അവർ നമ്മളെ പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നു. അതും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കൂടുതലായിട്ടും എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഒരിക്കലും ശരിയായ അർത്ഥത്തിൽ അതിനെ സഭ പഠിപ്പിക്കുന്നത് പോലെ സ്വീകരിച്ചാൽ വിഗ്രഹാരാധന ആകുന്നില്ലെന്ന് മാത്രമല്ല, അത് വിശുദ്ധിയിൽ വളരാനുള്ള വലിയൊരു സാധ്യതയുമായി മാറുന്നു. അതുകൊണ്ടാണ് നേരിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ചോദ്യത്തിനകത്തതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബന്ധം ദൈവത്തോടായിരിക്കണം, മിശിഹായോടായിരിക്കണം. അതിൽ വളരാനായിട്ട് സഹായിക്കുന്നവരാണിവർ. അതുകൊണ്ട് വിശുദ്ധരോടുള്ള വണക്കവും അവരോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വിശുദ്ധരുടെ ഒരു ജീവിത ശൈലി അത് അനുകരിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാകാത്ത ഒരു, അതേസമയം അവരെ വണങ്ങാനോ അവരുടെ മുമ്പിൽ കുമ്പിടാനോ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. ഇതല്ലേ ഏറ്റവും പ്രധാനം? അവരുടെ ജീവിത മാതൃകയെ അനുകരിക്കുകയല്ലേ പ്രധാനം? തീർച്ചയായിട്ടും നമ്മളത് കണ്ടതുപോലെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വഴിയിൽ പുരോഗമിക്കുക, മിശിഹായിലേക്ക് വളരുക, രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേരുക, പരിശുദ്ധ കുർബാനയിലും ഉദാശകളിലും പങ്കുചേരുക, വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കുക. അവർ വചനാധിഷ്ഠിതമായിട്ട് ജീവിച്ചവരാ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോഴൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരെ വണങ്ങുന്ന ശൈലികൾ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആ സൂചനകൾ ഇവിടെ കണ്ടേക്കാം. അമിതമായ രീതിയിൽ വിശുദ്ധർക്ക് വേണ്ടി, സ്വന്തം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി, ഉദ്ദിഷ്ടകാര്യം എന്ന് പറയുന്നൊരു നല്ല കാര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മീയ വളർച്ചയൊന്നും ആഗ്രഹിക്കാതെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധരുടെ പുറകെ പോകുന്നു. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ വിശുദ്ധ കുദാശകൾ സ്വീകരിക്കാനോ കുമ്പസാരിക്കാനോ വചനം വായിച്ച് ധ്യാനിക്കാനോ ഒന്നും ആത്മാർത്ഥത കാണിക്കുന്നില്ല. വിശുദ്ധരോടാണ് നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട പ്രധാനമായിട്ടും ആത്മീയ കാര്യങ്ങളാണ് ആദ്യം. പിന്നെ ഭൗതിക കാര്യങ്ങൾ ചോദിക്കാം, അത് പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണല്ലോ, നമുക്കെല്ലാം ചോദിക്കാം ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവും നിലനിർത്തിക്കൊണ്ട്. വിശുദ്ധർ അതിന് സഹായികളായി മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വഴുതിട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ ജാഗ്രത ഉള്ളവരാവണം. ചിലപ്പോൾ ഈ പറഞ്ഞ പ്രതിസന്ധി ചില ഇടങ്ങളിൽ വലിയ തിരക്കിനിടയിൽ ആളുകൾ ബാക്കിയെല്ലാം മറന്നിട്ട് ഇങ്ങനെയുള്ള സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് സഭ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. വിശുദ്ധരുടെ ഈ ജീവിത മാതൃക അനുകരിക്കാനായിട്ട് ഇപ്പം സൺഡേ സ്കൂൾ തലങ്ങളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിച്ചു കൊടുക്കാൻ താഴ്ന്ന ക്ലാസ്സിൽ തൊട്ട് തന്നെ അത്തരത്തിലുള്ള പരിശീലന വേദികൾ ഉണ്ടാവേണ്ടതല്ലേ കുറച്ചുകൂടി? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ തന്നെയാണെങ്കിലും അങ്ങനെ സൺഡേ ക്ലാസ്സുകളിലൊക്കെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കുറേ കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും വിശുദ്ധരെ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഓർക്കുന്നു, വ്യക്തിപരമായിട്ട് പറഞ്ഞ എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരു വിശുദ്ധൻ, ഒരു പക്ഷേ ഞാൻ ഈ പൗരോഹിത്യം വന്ന് ദൈവവിളി സ്വീകരിക്കാൻ പോലും എനിക്ക് ആദ്യം തന്ന പ്രചോദനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ആ ജീവിത എന്താണെന്ന് പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞപ്പോൾ വലിയൊരു ആവേശമായി. ഇത്രയേറെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും
ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടത്. സാറിനെ ചിലപ്പോൾ ഏതെങ്കിലും വിശുദ്ധർ സ്വാധീനിച്ചിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഇത് ഓരോ വിദ്യയും ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ വിശുദ്ധർ ചിലപ്പോൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. വചനം പ്രായോഗികമായിട്ട് ജീവിച്ചവരായതുകൊണ്ട് അവരുടെ ജീവിതം നമ്മളെ പെട്ടെന്ന് വചനത്തിലേക്ക് അടുപ്പിക്കും. അപ്പോൾ ഈ വിശുദ്ധരോടുള്ള ഭക്തി വഴിതെറ്റാതിരിക്കാൻ ചിലപ്പോഴിതൊക്കെ നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചില ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങളൊക്കെ ആയിട്ട് ചിലപ്പം അത് ഈ അടുത്ത കാലത്തൊക്കെ ചിലപ്പം ഇങ്ങനെ വരാറുണ്ട്. അതായത് ഇത്ര ഒരു വിശുദ്ധൻ്റെ പടം ഇത്ര പേർക്ക് അയച്ചു കൊടുത്താൽ ഇന്ന കാര്യം സാധിക്കും. അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും ഇത് 100 പേർക്ക് അയച്ചു കൊടുത്തപ്പോൾ ലോട്ടറി അടിച്ചു. ചിലർ ഇത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവഗണിച്ച് ഒരാൾ മരിച്ചുപോയി. ഈ തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഇപ്പം വ്യാപകമായിട്ട് കാണാറുണ്ട്. അത് വാട്സാപ്പിലൊക്കെ അത് ഒരു ഡിജിറ്റൽ രൂപത്തിൽ കാണാറുണ്ട്. ഈ സന്ദേശം ഇത്ര പേർക്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് സത്യത്തിൽ ഇത്തരം ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ വിശുദ്ധരോടുള്ള ഒരു വണക്കത്തിൻ്റെ ഒരു തെറ്റായ പോക്കല്ലേ. വലിയ പൊട്ടത്തരമാണ്. വാസ്തവത്തിൽ അത് പരിഹാസ്യമാണ്. സഭ അതിനെ പരിപൂർണമായിട്ട് നിരാകരിക്കുന്നു. വിശുദ്ധരൊരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്നവരല്ല. വിശുദ്ധരുടെ പേരിൽ എന്തെങ്കിലും പ്രാർത്ഥന അടിച്ചിട്ട് അത് ചൊല്ലിയില്ലെങ്കിൽ ആ പാട് തട്ടിപ്പോകുന്നു, അത് ചൊല്ലിക്കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ അജ്ഞത മൂലമാണെങ്കിലും പരിഹസിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും പരിഗണിക്കേണ്ട കാര്യം പോലുമില്ല. അത് തെറ്റായ ഒരു ശൈലിയാണ്. ചിലയിടങ്ങളിലെങ്കിലും ഈ നൊവേന പോലെയുള്ള കാര്യങ്ങൾ കുർബാനയേക്കാൾ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപം ദേവാലയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നു. ആ തരത്തിലുള്ള പ്രവണതകളും തെറ്റായ പ്രവണതകളും ഇതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ടോ? ചിലയിടങ്ങളിൽ അങ്ങനെയുള്ള അപചയങ്ങൾ ഉണ്ടാകാം. ആരാധനയിൽ തന്നെ അങ്ങനെ പലതും സംഭവിക്കാൻ ഇടയുള്ളതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥനയിലാണെങ്കിൽ പോലും മനുഷ്യന് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി വെറും രോഗശാന്തികൾക്ക് വേണ്ടി ഓടിക്കൂടുന്നു. പ്രാർത്ഥനയുടെ ലക്ഷ്യമോ ഒരു ധ്യാനത്തിൻ്റെ ലക്ഷ്യമോ അതല്ലല്ലോ. അതൊക്കെ അടയാളങ്ങൾ മാത്രമാണ്. ഇപ്പോൾ വഴിതെറ്റുന്നുണ്ട് അങ്ങനെയും എന്ന് പറയുന്നത് പോലെ വിശുദ്ധരോടുള്ള വണക്കത്തിലും ഇങ്ങനെയുള്ള വഴിതെറ്റിയ ശൈലികളൊക്കെ ചിലയിടങ്ങളിൽ കടന്നു കൂടിയിട്ടുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതുമാണ്. പരിശുദ്ധ കുർബാനയിലേക്കാണ് ദൈവാലയത്തിൽ ഒരാളുടെ ശ്രദ്ധ തിരിയേണ്ടത്. ആ വിശുദ്ധ മദ്ബഹായിലേക്കും അൾത്താരയിലേക്കുമൊക്കെയാണ് തിരിയേണ്ടത്. കർത്താവിൻ്റെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ അൾത്താര, ഈശോമിശിഹായുടെ തിരുസാന്നിധ്യമുള്ള കൗദാശിക സാന്നിധ്യം, ദിവ്യകാരുണ്യ സാന്നിധ്യം, അങ്ങോട്ടാണ് ഒരാൾ തിരിയേണ്ടത്. നൊവേനയും പ്രാർത്ഥനകളുമൊക്കെ വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെയും മാധ്യസ്ഥൻ്റെയും കൂട്ടായ്മയുടെയും ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അത് കർത്താവിലേക്ക്, ബലിയർപ്പണത്തിലേക്ക്, കൂദാശകളിലേക്ക്, ദൈവവചനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. അനാവശ്യമായി വിശുദ്ധരുടെ പിറകെ വെറുതെ ഓടുന്നത് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരുപിടി കാര്യങ്ങൾ നമ്മൾ ഇനിയും ചിന്തിക്കാനായിട്ടുണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും ചോദ്യങ്ങൾക്ക് ഏതാണ്ടൊരു ഉത്തരം നമ്മൾ ഒട്ടുമിക്കവാറും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും വിശുദ്ധരോടുള്ള ഭക്തിയും സ്നേഹവും സഭ ഏത് കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദിമ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് രക്തസാക്ഷികളെ വണങ്ങുന്ന പതിവാണ് ആദ്യം ആരംഭിച്ചത്. അവരുടെ കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സഭയുടെ ചരിത്രത്തിൽ ഉടനീളം വിശുദ്ധരെ വണങ്ങുന്ന പതിവ് കുറേ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമൊക്കെയാണ് വിശുദ്ധരെ ഔദ്യോഗികമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന ആ ഒരു നാമകരണ നടപടിക്രമങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത്. അല്ലാതെ തന്നെ വീരോചിതമായിട്ട് വിശുദ്ധ ജീവിച്ച ആളുകളെ വണങ്ങുന്ന പാരമ്പര്യവും പൈതൃകവും ഒക്കെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ലൂക്കാസ് വിശേഷകൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നുവെന്നും അദ്ദേഹം മാതാവിൻ്റെ ഒരു ഐക്കൺ തന്നെ വരച്ചിരുന്നു എന്നുമൊക്കെയുള്ള ആ ഒരു വിശുദ്ധ പാരമ്പര്യം ഇപ്പോഴുമുണ്ട്. മരിയ മജിയോരെ എന്ന റോമിലെ ദേവാലയത്തിൽ ലൂക്ക വരച്ച മാതാവിൻ്റെ ഒരു ഐക്കൺ ഉണ്ടത്രേ. അപ്പോൾ അതൊക്കെ ആ കാലഘട്ടം മുതലുള്ള ഒരു അപ്പസ്തോലിക കാലം മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാനായിട്ട്. സഭ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ശരിയായ അർത്ഥത്തിലായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ആധ്യാത്മികതയിൽ കൂടുതൽ വളരാനായിട്ട് വിശുദ്ധരോടുള്ള സ്നേഹവും ഭക്തിയും നമ്മെ സഹായിക്കട്ടെ എന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കർത്താവിലേക്ക് നമുക്ക് വളരാം. വിശുദ്ധരുടെ സഹവാസവും അവരുടെ സാന്നിധ്യവും മാധ്യസ്ഥവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ. താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നക്ഷത്രങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവാം, പക്ഷേ അവയുടെ വെളിച്ചം ഇന്നും പ്രഭ തൂങ്ങി നിൽക്കുന്നു. വിശുദ്ധ നക്ഷത്രങ്ങളുടെ വഴിയെ നമുക്ക് നടക്കാം നീതിസൂര്യനായ ഈശോയിലേക്ക്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ
ashwasadhara@shalonTelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.